ചേച്ചി മോളെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനും കൂടെ പോരായിരുന്നു. ചേച്ചി ആ പാക്കറ്റ് കിട്ടുന്നത് ഞാൻ പിടിച്ചോളാം. ഞാൻ പിടിച്ചോളാം. അതും കുടിക്കണം. എന്തൊക്കെയാണെന്ന് നോക്കിക്കോട്ടെ മമ്മി. ഇവിടുന്ന് കൊണ്ടുപോയതിൽ കൂടുതൽ സാധനം ഉണ്ടല്ലോ. എല്ലാവർക്കും കുറച്ച് ഡ്രസ് വാങ്ങി. ഓ നോക്കട്ടെ. എനിക്ക് വാങ്ങിയൊക്കെ എവിടെ? കാണട്ടെ കാണട്ടെ. ഞാൻ നോക്കട്ടെ ആദ്യം. എന്റത് കാണുന്നില്ലല്ലോ. ഇതിലുമില്ല. അത് നോക്കട്ടെ. പപ്പ മരിച്ചതിൽ പിന്നെ ഇതുപോലൊരു ചിരിയും കളിയും സന്തോഷവും ഈ വീട്ടിൽ നിന്ന് ആദ്യമായിട്ടാ. അതിനു വേണ്ടിയല്ലേ മമ്മി മനസ്സുകൊണ്ട് ഇഷ്ടമല്ലെങ്കിലും ഞാനിതിന് സമ്മതിച്ചത്. എന്റെ പപ്പയുണ്ടായിരുന്നെങ്കിൽ എന്നെ ഒരു മോഡലായിട്ട് വിടില്ലായിരുന്നു. ചേച്ചി ഈ സാരി എനിക്ക് വേണം. കാസിം ഭായ്. അതെ, കാസിം ഭായ്. ഇതെന്റെ രണ്ടാമത്തെ വരവാ. ഇവിടെ ഞാൻ ആദ്യം വന്നത് ഈ ആധാരം എന്റെ കയ്യിൽ തന്നപ്പോ. നിങ്ങളുടെ ബാപ്പയ്ക്ക് രൂപ 25 ലക്ഷം എണ്ണിക്കൊടുക്കാനായിരുന്നു ആ വരവ്. ഇന്ന് അത് തിരിച്ചു ചോദിക്കാനും. കാസിം ഭായ്, ഞങ്ങളിപ്പോ എന്ത് ചെയ്യാനാ? ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യൂല, അതെനിക്ക് ഉറപ്പാ. എന്നാലും എന്താന്ന് വെച്ചാ പറയാതെ എങ്ങനെ അറിയുന്നേ? എങ്കി കേട്ടോ, എനിക്ക് തരാനുള്ള 25 ലക്ഷവും പലിശയും ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല വിളഞ്ഞ ഗോതമ്പമണിയുടെ നിറത്തിലുള്ള നിങ്ങളുടെ പെൺകുട്ടികളെ വിട്ടാ മതി. 25 ദിവസത്തേക്ക്. വീട്ടിൽ കയറി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അനാവശ്യമോ? ഒരിക്കലുമല്ല. ഇതെന്റെ ആവശ്യമാ. ആവശ്യക്കാരന് ഔചിത്യമില്ല. കൂടെ പോന്നാ ദിവസവും 1 ലക്ഷം വെച്ച് കുറയ്ക്കും ഈ കാസിം ഭായ്. കാസിമിന്റെ ദേഹത്ത് കൈവെക്കാനുള്ള കരുത്ത് നിനക്കായിട്ടില്ല. അടുത്ത അവധിക്ക് വീടൊഴിയുക, അല്ലെങ്കിൽ പറഞ്ഞതനുസരിക്കുക. അവസാന വാക്കായത്. ഈ ഒരു അവസ്ഥയിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കറിയില്ലേ പീറ്ററിന്റെ പൊസിഷൻ. ഞാൻ അഭിനയിച്ച പരസ്യചിത്രം പുറത്തു വന്നാൽ കുറെ ചാൻസുകൾ കിട്ടിയെന്ന് വരും. അതുവരെ പിടിച്ചു നിൽക്കാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. കഴിയും. അതുവരെ പിടിച്ചു നിൽക്കാൻ നിനക്ക് കഴിയും. കഴിയണം. എന്റെ സഹോദരങ്ങളെയും അമ്മയും പെരുവഴിയിൽ ഇറക്കില്ല ഞാൻ, അതുറപ്പാ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇന്ന് എന്റെ മമ്മി വിളിച്ചിരുന്നു. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിന്നോട്. എന്താ? അതിപ്പോ പറയാൻ കഴിയില്ല. വരട്ടെ. ഞാനിന്ന് നിന്റെ ആ ഗോതമ്പ് മണികളുടെ വീട്ടിലൊന്ന് കയറി. നേരോ? നേര്. അടുത്ത അവധിക്ക് മുമ്പ് വീടൊഴിയുക, അല്ലെങ്കിൽ പണം തരിക. ഇതാ ബായി പറഞ്ഞിരിക്കുന്നത്. മതി ബായി, എനിക്കത് മതി. ഇനി അവൾ എന്റെ അടുത്ത് വരും. ഒരു ദിവസമെങ്കിലും എനിക്ക് അവളെ വേണം. നിങ്ങളുടെ പഴയ പാർട്ണർ അവരുടെ വാപ്പ, അത് മറക്കണ്ട. ജീവിതത്തിൽ ചിലതൊക്കെ നമ്മൾ മറന്നല്ലേ പറ്റൂ. അതായത് ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിന് വളമാകുന്നത് പോലെ അല്ലേ? കറക്റ്റ്. എത്ര ലോഡ് സ്പിരിറ്റാ നമ്മൾ കയറ്റി അയക്കുന്നേ? 7 ലോഡ്. വേണ്ടത് ചെയ്തിട്ടില്ലേ? ഉണ്ട്. CI തമ്പിക്ക് മെസ്സേജ് കൊടുത്തു കഴിഞ്ഞു. എല്ലാം അയാൾ നോക്കിക്കോളും. അയാളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച വന്നാൽ പേടിക്കണ്ട. നമ്മുടെ പിള്ളേരെ അവിടെ അവിടെയായി നിർത്തിയിട്ടുണ്ട്. മാർഗ തടസ്സമുണ്ടായാൽ അപ്പൊ തന്നെ ചാമ്പി കളിയും അവന്മാര്. ആരും തടയില്ല നമ്മൾ ഇവിടുന്ന വണ്ടി. തടയരുത്. എന്താണ് ചെറിയാനെ ഇന്ന് ഒറ്റയ്ക്ക്? ഞാനിന്നൊരു ദുഃഖത്തിലാ. ദുഃഖത്തിൽ. എന്താ നിന്റെ ദുഃഖം? താടിയില്ലാത്ത ദുഃഖം. തടിയില്ലാത്തതോ? തടിയല്ലടാ, താടി. അതെന്താടാ എല്ലാവരും ദുഃഖം വരുമ്പോഴല്ലടാ താടി വെക്കുന്നത്?
ഏതായാലും നിനക്ക് താടി വരാനുള്ളൊരു വഴി ഞാൻ പറഞ്ഞു തരാം. ദിവസവും ഇതുപോലെ ഓരോന്ന് പിടിപ്പിച്ചാൽ നിനക്ക് താടിയും മുടിയും വളർന്ന് നീ ഒരു ഹിപ്പി പരുവത്തിലാവും. ആ ഇത് പിടി. ആ വലിച്ചോ. ആ ആ ആ ആഞ്ഞു വലി. ആ വലിക്ക്. ആ താടി ഇങ്ങ് വരട്ടെ. നല്ല സുഖം തോന്നുന്നു. ആ ശരിക്ക് വലി. ഇപ്പൊ എന്ത് തോന്നുന്നു? ആ ഇപ്പോഴോ? ഇപ്പോൾ ആ സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നത് ഞാൻ കാണുന്നു. തുറക്കും തുറക്കും. സ്വർഗത്തിൽ എന്തെല്ലാം കാണുന്നു? സ്വർഗത്തിൽ ദൈവത്തെ കാണുന്നു, എന്റെ പൂർവികരെ കാണുന്നു, പിന്നെ കന്യാമറിയത്തെ കാണുന്നു. ആ പിന്നെ ആരെ കാണുന്നു? അതിനെന്തിനാടാ എന്നെ തല്ലിയത്? സ്വർഗത്തിൽ ഒരു പിശാച് നിൽക്കുന്നത് കണ്ടു, അതാ ഞാൻ തല്ലിയത്. മോനെ എന്താ ഇത്? തോക്കെടുത്താ കളിക്കുന്നേ? എനിക്ക് ആ കള്ളച്ചെറിയാനെ കൊല്ലാനാ. ചേട്ടായിയുടെ നേരെ ഷൂട്ട് ചെയ്താ ചേട്ടായി മരിച്ചു പോലെ. പിന്നെ മോനെ ആരുള്ളേ? എന്റെ ചേട്ടായെ ഞാൻ ഒന്നും ചെയ്യില്ല. ഓക്കെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ആൽബർട്ട് വിളിച്ചിരുന്നു. സാറിനെ മൊബൈലിൽ ശ്രമിച്ചിട്ട് കിട്ടുന്നില്ലെന്ന്. ഞാൻ പറഞ്ഞു സാറ് ബിസിനസ് ടൂറിലാണെന്ന്. ഗുഡ്. നമ്മുടെ ഈ ബിസിനസ്സിൽ എങ്ങനെ പെർഫോം ചെയ്യണമെന്ന് ജോലി മനസ്സിലാക്കി കഴിഞ്ഞു ഇല്ലേ? എന്നൊന്നുമില്ല, എങ്കിലും ഇത്ര ആളുകളോട് എങ്ങനെ പെരുമാറണമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് സർ. ആഹാ, എന്താ ഇത്? ആഫീസിൽ ഒന്ന് രണ്ടാൾ സല്ലപിക്ക. സല്ലപിക്കട്ടെ ഭായി. ടെൻഷൻ പിടിച്ച ജോലി തിരക്കിനിടയിൽ ഇതേ ഉള്ളൊരു ആശ്വാസം. അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട അബു. എന്റെ ജോണി എങ്ങനെ ചിരിക്കാതിരിക്കും? എന്താ മറ്റുള്ളവരുടെ ദുഃഖം അറിയുമ്പോ ഇങ്ങനെ ചിരിക്കാൻ കഴിയോ? പിന്നെ നീ എന്ത് വർത്താനാ പറഞ്ഞത്? നിനക്കൊരു ജോലി കിട്ടി, ആ ശമ്പളം കൊണ്ട് കടമൊക്കെ തീർത്ത് സഹോദരിമാരെയും കെട്ടിച്ചതിന് ശേഷം നമുക്ക് വിവാഹിതരാകാന്ന് അല്ലേ? അതെ, അതിലെന്താ അത്ര കോമഡി ഉള്ളത്? നിനക്കൊരു ജോലി കിട്ടി, ആ ശമ്പളം കൊണ്ട് കാസിംബായുടെ കടത്തിന്റെ പലിശ പോലും കൊടുക്കാൻ കഴിയില്ല, അറിയോ? നീ നിന്റെ കാര്യം നോക്ക്. ഈ ഒരു അവസ്ഥയിൽ അതാ ബുദ്ധി. എനിക്കങ്ങനെ ചെയ്യാൻ കഴിയില്ല. ചേച്ചിമോളെയും ടിറ്റിയൊക്കെ ഉപേക്ഷിച്ച്. എന്തിനാ ഉപേക്ഷിക്കുന്നത്? അവരവരുടെ കാര്യം നോക്കട്ടെ. മമ്മിയോ? മക്കള് 3 പേരും അവരവരുടെ വഴി കണ്ടെത്തിയ മമ്മിക്കുള്ള സ്ഥലം താനേ ഉണ്ടാവും. എന്നാലും ഒരെന്നാലും ഇല്ല. നീ എത്രയും പെട്ടെന്ന് വന്ന് ഡാഡി ഒന്ന് കാണ്. ഡാഡിക്ക് പല തീരുമാനങ്ങളുണ്ട് നമ്മെ പറ്റി. കാണാം. ഡാഡി. മോളെ. ഹായ് മമ്മി. ദേ ആരാ എന്റെ കൂടെ വന്നിരിക്കുന്നു നോക്കി. ഹായ് ജോണി. ഹായ്. എന്തൊക്കെയുണ്ട് ജോണി വിശേഷങ്ങൾ? സുഖം തന്നെ. ജോണിക്ക് ചെടികളും പൂക്കളും ഒക്കെ എങ്ങനെ താല്പര്യമുള്ള വിഷയങ്ങളാണോ? അങ്ങനെയൊന്നുമില്ല. ജോണിക്ക് സ്പോർട്സിലാ കമ്പം അല്ലേ? ചെറുതായിട്ട്. ഇവളിവിടെ വാ തോരാതെ പറയാറുണ്ട്. റോസി എനിക്ക് ഒറ്റ മോളാ, അറിയാലോ ജോണിക്ക്. ഉവ്വ്. അവൾക്ക് മാത്രമല്ല അവളുടെ ഭർത്താവിനും അവൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കും സുഖമായി അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. റോസിയെ ഞങ്ങൾ വിവാഹം കഴിച്ചു വിടില്ല, മറിച്ച് വിവാഹം കഴിപ്പിച്ച് ഇവിടെ നിർത്തുള്ളൂ. ഞങ്ങൾക്ക് ഇതിനൊന്നും തിടുക്കമില്ല കേട്ടോ. എല്ലാം നന്നായി ആലോചിച്ച് ചെയ്താൽ മതി. ആ ജോണി അകത്തേക്ക് ചെല്ലെ മോളെ. അയ്യോ വേണ്ട. ജോണിയെ കൂട്ടിക്കൊണ്ടുപോയി എന്തെങ്കിലും കുടിക്കാൻ കൊടുക്ക. വേണ്ട, എനിക്ക് ഉടനെ പോണം. ഞങ്ങൾ ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് വരാം. ചെല്ലു മോനെ. വരൂ. Come on. ഇത് കണ്ടോ? ഇതാണ് എന്റെ ബെഡ്റൂം. എങ്ങനെയുണ്ട്? ഈ ബെഡിൽ കിടന്നാടാ ഞാൻ നിന്നെ സ്വപ്നം കാണാറുള്ളത്. നീ ഈ റൂമിൽ ആദ്യമായി വരുമ്പോ നിനക്കൊരു സമ്മാനം തരണ്ടേ? എന്താ ഈ കാണിക്കുന്നേ? നിന്റെ ഡാഡിയും മമ്മിയെ വരും. വരില്ല. അവരത്രയ്ക്ക് മാനേഴ്സ് ഇല്ലാത്തവരല്ല.